കോഴിക്കോടേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യം ഫുഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോടുള്ള 2-3 കഫേയിലേക്ക് പോയി അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ ഗോകുലം മോളിലുള്ള ദ ഷാപ്പ് എന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ഷാപ്പ് കോഴിക്കോട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ പോയ പാട് നമുക്ക് കുടിക്കാനായിട്ട് കഞ്ഞിവെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കഞ്ഞിവെള്ളം ഇങ്ങനെ കുടിക്കാനൊക്കെ ആയിട്ട്. എന്നിട്ട് നമ്മൾ അവിടുത്തെ ആംബിയൻസൊക്കെ ആസ്വദിച്ച് ആടി പാടി പാട്ടുപാടി എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന നേരം എൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു പാട്ട് നിർത്തുന്നൊക്കെ. പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ആംബിയൻസൊക്കെ. അപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. പാൽക്കപ്പ ആൻഡ് ബീഫായിരുന്നു നമ്മൾ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് പാൽക്കപ്പയും ബീഫും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഷാപ്പിലുള്ള ഈ ഒരു പാൽക്കപ്പയും ബീഫും ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഷാപ്പിൽ പോവുകയാണെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും. അത് ബീഫിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വന്നത് ഫിഷ് തവയായിരുന്നു. ഫിഷ് തവ കണ്ടില്ലേ, ഫിഷിൻ്റെ മുകളിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇതിങ്ങനെ ചൂടാക്കി എടുക്കും കേട്ടോ. നമ്മളെ മുമ്പിൽ നിന്ന് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് ലൈവായിട്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു പോർഷൻ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മസാലയാണെങ്കിലും ആ ഫിഷിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും സ്മൂത്ത്നെസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായി എൻജോയ് ചെയ്ത് കഴിച്ചൊരു ഫുഡായിരുന്നു ഇത്. ഇതും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണെന്നേ ഞാൻ പറയൂ. അത് കഴിഞ്ഞ് നമ്മൾ ഡെസേർട്ടായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പാല്, പഴം, ചക്ക, ഐസ്ക്രീം, പപ്പടം, അതിൻ്റെ കൂടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് എല്ലാം കൂടി ഇത് ഈ കാണുന്ന പോലെ നമുക്ക് മിക്സാക്കി തരും കേട്ടോ. നന്നായി മിക്സ് ചെയ്യുന്ന കാണാൻ തന്നെ ഒരു രസമുണ്ട് അല്ലേ. ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കലയാണെങ്കിൽ അതിങ്ങനെ സെർവ് ചെയ്യുന്നതും ഒരു കല തന്നെയാണെന്ന് ഞാൻ പറയൂ. എന്താണെന്ന് വെച്ചാൽ അത്രയും അടിപൊളിയായിരുന്നു ഇങ്ങനെ സെർവ് ചെയ്യുന്ന കാണാൻ. അത് കഴിഞ്ഞ് ബില്ല് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിങ്ക് കഫേയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിങ്ക് കഫേയിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു പോയത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്നൊരു മൊജിറ്റോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പാഷൻ ഫ്രൂട്ടും ഫ്രണ്ട്സ് ഗ്രീൻ ആപ്പിളും സ്ട്രോബെറിയും ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഹോല ബേബിറ്റ എന്നാണ് തോന്നുന്നു ഈ കഫേയുടെ പേര്. എന്താണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അത് അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് ഓർമ്മയില്ല. അപ്പോൾ അവിടെ നമ്മൾ പോയ ടൈം ഒരു ബ്രൗണി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രൗണി മാത്രം കഴിച്ചിട്ട് ഇറങ്ങി. അവിടുത്തെ ആംബിയൻസൊക്കെ പറയേണ്ടത് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. ട്രെയിനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ട്രെയിൻ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ല അടിപൊളി യാത്രയായിരുന്നു. അടിപൊളി ഒരു ഡേ ആയിരുന്നു.